നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിലെ എസ്കോട്ടി ഇന്റർനാഷണലിലേക്കാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇവരൊരു ബിഗ്ഗസ്റ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്യാപ്പ് മാനുഫാക്ചറാണ്. ഇതാ ഞാനിപ്പോൾ ഇട്ട ക്യാപ്പൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇവരുടെ കയ്യിലുള്ള പ്രീമിയം ക്വാളിറ്റി ക്യാപ്പാണ്. ഇന്ത്യയിലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ക്യാപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മാനുഫാക്ചറാണ്. അപ്പം ഇവരുടെ ഫുൾ വീഡിയോ, ഫുൾ എല്ലാ പ്രോസസ്സും അതുപോലെ തന്നെ ഇവരുടെ ക്യാപ്പിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പ്രൊഡക്ഷൻ ഏരിയ നോക്കുന്നത് ഈ ഒരു ചേച്ചിയാണ്, മലയാളിയാണ്, നമ്മളെ നാട്ടുകാരനാണ്. ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളെ വ്യൂവേഴ്സിന്. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പേരും അഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഹായ്, ഐ എം സുഷ അഗെയിൻ ഫ്രം ആലപ്പുഴ ആരിപ്പാട്. നമ്മുടെ ഫാക്ടറിയിലുള്ള ക്യാപ്പ് മാനുഫാക്ചറിന് വേണ്ടി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് ഈ വീഡിയോയ്ക്കകത്ത്. സോ ഇവിടെ നിന്നാണ് ഫസ്റ്റ് പ്രോസസ് അല്ലേ? അതെ. അവിടെ നിന്നും ഫാബ്രിക്കുകൾ കട്ടിങ്ങിനായിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വരും അല്ലേ? കട്ടിങ് കഴിഞ്ഞാൽ ക്യാപ്പിന്റെ നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത് സ്റ്റിച്ചിങ് ആണ്. അതായത് നമ്മുടെ ക്യാപ്പിന്റെ പീക്കിന്റെ മുകളിൽ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതാ നമ്മളെ സുഹൃത്ത് ആദ്യം ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ഇതാണ് റോ മെറ്റീരിയൽ. ഈ ഒരു പീക്കിന്റെ മുകളിലേക്ക് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യും. അടിപൊളിയല്ലേ? ഈ ഒരു പീക്കിന്റെ മുകളിൽ ഇവർ ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലുള്ള ഡിസൈന് കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഷീനാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരാളുടെ സഹായത്തോടു കൂടി മെഷീൻ അത് കംപ്ലീറ്റ്ലി ചെയ്തു തരും. ഇത് കണ്ടോ, ഇതൊരു ഡിസൈനാണ്, ഇങ്ങനെ ത്രെഡ് വർക്ക് പോകുന്നത്. ഞാനിപ്പോൾ ഇട്ട ക്യാപ്പ് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ വേറൊരു ഡിസൈനാണ്. അങ്ങനെ ക്യാപ്പിൻ്റെ മുകളിൽ പല പല ഡിസൈൻസ് വരും. അതൊക്കെ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് അടിപൊളിയായിട്ട് വരും. ഇതുകൊണ്ടാണ് നമ്മൾ എസ്കോട്ടി ഇന്റർനാഷണൽ ഒരു പ്രീമിയം ക്വാളിറ്റി ക്യാപ്പ് മാനുഫാക്ചറാണെന്ന് പറയുന്നത്. നമ്മൾ ഡിസൈൻ ജസ്റ്റ് ഒന്ന് മാറ്റാൻ പോവാണ്. ഇതാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസൈൻ നമ്മൾ മാറ്റി കൊടുക്കാൻ പോവാണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെന്നുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻ വഴി എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്ത ഡിസൈൻ. കണ്ടില്ലേ, അടിപൊളിയല്ലേ? അടുത്ത പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു മെഷീനിൽ നിന്നാണ്. അതായത് പീക്ക് ഷേപ്പിംഗ്. ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഇതാ എൻ്റെ ക്യാപ്പ് കണ്ടില്ലേ, ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റുക. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. അടിപൊളി. അത് ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, റെഡി കണ്ടോ, പെർഫെക്റ്റ് ആയില്ലേ? പെർഫെക്റ്റ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നടക്കുന്നത് ഈ ഒരു പ്രോസസ് ആണ് അല്ലേ? ഇവിടെ ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഇതാണെങ്കിൽ വെന്റ് ഹോൾ. ഇത് ക്യാപ്പിനകത്തുള്ള വെന്റ് ഹോൾ. വെന്റ് ഹോൾ ഇല്ലേ? എയർ ഹോൾ. ഓക്കെ. ഈ ഒരു രീതിയിൽ ക്യാപ്പിന്റെ മുകളിൽ ഒരു ഹോള് കാണാറില്ലേ? ആ ഒരു ഹോള് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യും. അതായത് ഈ എയർ ഹോൾ ചെയ്തു വെച്ച ആ ഒരു പീസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ അവിടുന്ന് എയർ ഹോൾ ചെയ്തു വെച്ച ആ ഒരു ഐറ്റം. ഇത് രണ്ട് ലെയർ തമ്മിൽ ജോയിൻ ചെയ്യും. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലായി. ക്യാപ്പിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇനി ഞാൻ ബാക്കി പറഞ്ഞുതരാം. അടുത്തത് ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇതാ ഈ രീതിയിൽ ടാപ്പിംഗ് ചെയ്യുകയാണ്. കണ്ടോ, ഇവരിങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിടിക്കണം അല്ലേ? ശരി. ഇതാ ഇങ്ങനെ ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അടുത്തതായിട്ട് നടക്കുന്നത്. ആ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് എന്താണ്? ഇവിടുന്ന് അത് തമ്മിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. കണ്ടോ, നമ്മൾ നേരത്തെ ടാപ്പിങ്ങിൻ്റെ അത് കണ്ടു. ഇതാ ഉൾഭാഗം കണ്ടില്ലേ, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് കംപ്ലീറ്റ്ലി ഒരു റൗണ്ട് ഷേപ്പിൽ ജോയിൻ ചെയ്ത് ക്യാപ്പിന്റെ പിക്ക് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടോ, അതിനുശേഷം ഇതിന്റെ സൈഡ് അറ്റാച്ച് ചെയ്യില്ലേ? ഇത് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ. ഇത് കണ്ടില്ലേ, ക്യാപ്പിന്റെ സൈഡിൽ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു സംഭവം. അത് ഇവിടുന്ന് അറ്റാച്ച് ചെയ്തതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു ക്യാപ്പിന്റെ രൂപമായില്ലേ? ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? ഇതിന്റെ ലാസ്റ്റ് ബെൽറ്റ്. ലാസ്റ്റ് ബെൽറ്റ്. അതായത് നമ്മളിങ്ങനെ ക്യാപ്പ് ഒട്ടിക്കാനൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് നടക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. വെൽക്രോ ക്യാപ്പിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി അടുത്തത്. ഡിഫറെന്റ് സൈസിലുള്ള ക്യാപ്പുകൾ, ഡിഫറെന്റ് പാറ്റേൺസിലുള്ള ക്യാപ്പുകൾ. ഇത് കണ്ടോ, ഇത് വേറൊരു ഡിസൈൻ ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ക്യാപ്പുകളാണ് ഇത് കംപ്ലീറ്റ്ലി. കണ്ടോ, ഇത് വേറൊരു ഫ്രണ്ടിൽ വേറൊരു ഡിസൈനാണ്.
വേറൊരു ലേബലാണ്. ഇത് ഈ ഒരു പാറ്റേൺ തന്നെ ഡിഫറെൻ്റ് അല്ലേ. ഇനി അടുത്തത് ഇത് വേറൊരു ഡിഫറെൻ്റ് ഐറ്റം കണ്ടോ. ഇതിൻ്റെ അയണിങ് സെക്ഷൻ ആണത്. Branding, you can print, you can do embroidery, you can do different kind, shape, size. കാണാൻ തന്നെ ഒരു എന്താ പറയുക, നോക്കി നിന്ന് പോകും നമ്മളോട്. അതായത് ഇവർ പറയുന്നുണ്ടല്ലോ പ്രീമിയം ക്വാളിറ്റി ക്യാപ്പ് എന്ന്, അത് അതുപോലെ തന്നെയാണ് ഈ ഒരു ക്രിക്കറ്റ് അമ്പയറിൻ്റെ. അടിപൊളിയല്ലേ. ഇത് കണ്ടോ, ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇവർ അയൺ ചെയ്തെടുക്കുന്നത് ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി. ഇതാ അവർ അയൺ ചെയ്യുന്ന കാണട്ടോ, നോക്കിയാൽ ക്യാപ്പ് വെച്ചു, ഇനി ഇതിങ്ങനെ പ്രസ് ചെയ്യും, ഹീറ്റ് വന്നു, ഇത് കണ്ടോ റിലീസായി. വൗ സൂപ്പർ, നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നോക്കിയേ, സൂപ്പർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ക്യാപ്പിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്യാപ്പുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ക്യാപ്പ് അയൺ ചെയ്യുന്നത് കണ്ടില്ലേ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്യാപ്പുകളും ഇവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പ്രകാരം ക്യാപ്പുകൾ ഇവിടെ നിന്നും പ്രൊഡക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും, മാനുഫാക്ചറിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവരുടെ ക്യാപ്പിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ കണ്ടു. ഏറ്റവും കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രീമിയം ക്വാളിറ്റി ക്യാപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മാനുഫാക്ചറാണ്. ചേച്ചി, നമ്മളെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്താണോ? ഇത് കണ്ടോ, പെർ ഡേ ഇത്രയും ക്യാപ്പുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവർ ആ ഒരു ഏരിയയിലേക്കൊക്കെ ഇവർ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആ താഴത്ത് കാണുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ക്യാപ്പുകളാണ്. അപ്പം ഇതൊക്കെ അല്ലേ, ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ. ക്രിക്കറ്റ് അമ്പയറിൻ്റെ ക്യാപ്പ്, എല്ലാ ടൈപ്പ് ക്യാപ്പുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് നമ്പർ നമുക്ക് വീഡിയോയിൽ കൊടുത്തൂടെ? ഓക്കെ. അപ്പം ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടാവും. ചേച്ചിയാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്നും വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ എന്ത് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യണ്ടല്ലേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ശരി, ബൈ.